ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബെഞ്ച് മാർക്കായിട്ടുള്ള സെൻസെക്സും നിഫ്റ്റിയും അതിന്റെ 52 വീക്ക് ഹൈയിൽ ആണ് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച നിഫ്റ്റിയിൽ നമ്മൾ കാണുന്നത് 1.68% ഒരു ഗെയിൻ ആണ്. എന്നാൽ ആ ഒരു ഗെയിന് നമുക്ക് നിഫ്റ്റി നെക്സ്റ്റ് 50-ലോ അതേപോലെയുള്ള മറ്റ് ബ്രോഡ് മാർക്കറ്റിലോ കാണാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിഫ്റ്റി നെക്സ്റ്റ് 50 0.97% ആണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നോട്ട് വന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് 150 0.18% മാത്രമാണ് അപ്സൈഡ് വന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 കഴിഞ്ഞ ആഴ്ച നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്, -0.21%. അതുപോലെ നിഫ്റ്റി മൈക്രോ ക്യാപ് 250 -0.66% ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത് നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 അങ്ങനെയുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ് കാര്യമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ പൊതുവെ ഏതൊരു ബെയറിഷ് മാർക്കറ്റും തിരിച്ചു വരുമ്പോൾ എപ്പോഴും ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് ആദ്യമായിട്ട് തിരിച്ചു വരിക. പിന്നീടായിരിക്കും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ തിരിച്ചു വരുന്നത്. ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു മുന്നേറ്റത്തിനൊരു കാരണമായിട്ട് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് കൺസംഷൻ ഡ്രിവൺ ആയിട്ടുള്ള സെക്ടേഴ്സ്, ഇപ്പോൾ FMCG, ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഈ ഒരു സെക്ടറുകളിൽ ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കൂടാതെ റിയാലിറ്റി, ഹെൽത്ത് കെയർ, ബാങ്കിങ് സെഗ്മെന്റിലും നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടാതെ ബാങ്കിങ് സ്റ്റോക്കുകളിൽ, പ്രത്യേകിച്ച് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളിലൊക്കെ അതിൻ്റെയൊക്കെ അസറ്റ് ക്വാളിറ്റി കൂടുതൽ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു സൂചനകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ വരാൻ പോകുന്ന ഫെസ്റ്റിവൽ സീസണിന്റെ ആ ഒരു വോളിയം ഗ്രോത്ത് അതും മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി നിറച്ചിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ പോലും അടുത്ത ആഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ട്രേഡിംഗ് ഡേയ്സ് വളരെ കുറവാണ്. 3 ട്രേഡിംഗ് ഡേ മാത്രമേ ഉള്ളൂ. കാരണം ട്യൂസ്ഡേ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും ദീപാവലി റിലേറ്റഡ് ആയിട്ട്. അതുപോലെ ഒക്ടോബർ 22-നും വെനസ്ഡേയും മാർക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹോളിഡേ ആണ്. എന്നാൽ ഒക്ടോബർ 21-ന് മുഹൂർത്ത് ട്രേഡിംഗ് ഉണ്ട്. അന്ന് ഉച്ചയ്ക്ക് 1:45 മുതൽ 2:45 വരെ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ചടങ്ങാണ്. കാരണം മുഹൂർത്ത് ഡേയിൽ സ്റ്റോക്കുകൾ വാങ്ങുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്താൻ വേണ്ടി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത്തരം 1 മണിക്കൂർ ട്രേഡിംഗ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേറ്റ് ട്യൂസ്ഡേ ആണെങ്കിൽ ആ ട്യൂസ്ഡേ അവധി ആയതുകൊണ്ട് അത് മൺഡേ ആയിരിക്കും എക്സ്പയറി ഡേ എന്നും കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത്തരത്തിൽ അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില ട്രിഗർ പോയിന്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം US ഇന്ത്യ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ന്യൂസുകളായിരിക്കും. ഇപ്പോൾ ചൈനയുമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ആ ട്രേഡ് ടോക്ക് അത് എങ്ങും എത്താത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുള്ളത് അത് ഒരു കോർഡിയൽ മാനറിൽ വളരെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ്. ഇതുകൂടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായിട്ടുള്ള ആ ഒരു ട്രേഡ് വാർ, ആ 100% താരിഫുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അത് സസ്റ്റെയിൻ ചെയ്യുകയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം 2 ആഴ്ചക്കുള്ളിൽ സൗത്ത് കൊറിയയിൽ ഈ 2 സ്റ്റേറ്റ് തലവന്മാരും മീറ്റ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി ആ ഒരു 100% താരിഫിന്റെ ഭീഷണി ഇല്ലാതാകുമെന്നും സൂചന നൽകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നെക്സ്റ്റ് വീക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇന്ത്യ US ട്രേഡ് ഡീൽ വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ 52 വീക്ക് ഹൈയിലേക്ക് എത്തിയിരിക്കുന്ന മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ട്രിഗർ പോയിന്റായി മാറുകയും വളരെ പെട്ടെന്ന് തന്നെ നിഫ്റ്റി 26,000 ലെവൽ കടക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള Q2 ഏർണിംഗ്സ് റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് HDFC ബാങ്ക്, അതുപോലെ ICICI ബാങ്ക്, അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഈ 3 സ്റ്റോക്കുകളുടെയും റിസൾട്ടുകൾ വരികയുണ്ടായി. അപ്പോൾ നമുക്കറിയാം ഈ നിഫ്റ്റി 50-ൽ 29% വെയിറ്റേജ് ആണ് ഈ 3 സ്റ്റോക്കുകളും കൂടിയുള്ളത്. നിഫ്റ്റിയുടെ ഒരു ഭാഗതയെ നിർണ്ണയിക്കുന്ന 3 സ്റ്റോക്കുകളാണിത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ICICI ബാങ്കും HDFC ബാങ്കും ചേർന്നുകൊണ്ട് മാത്രം 53.4% വെയിറ്റേജ് ആണ്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പകുതി ഈ 2 സ്റ്റോക്കുകളുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിലയൻസിൻ്റെ റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ EBITDA 6.9% ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഏർണിങ്സ് 42,905 നിന്നും 45,885 ആയിട്ടാണ് ഉയർന്നിട്ടുള്ളത്. അത് ബ്ലൂംബർഗിൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള 45,151 കൂടുതലാണെന്ന് നമുക്ക് കാണാം. കൂടാതെ മാർജിനും സ്ട്രീറ്റ് എസ്റ്റിമേഷനോടൊപ്പം നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ 18.2 ആണ് സ്ട്രീറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ ആ 18.02% എന്നുള്ള ലെവലിലാണ് മാർജിൻ ഇപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ ക്വാർട്ടറിലെ 17.61 കൂടുതലാണ്. എന്നാൽ പ്രോഫിറ്റിൽ 33% ഒരു ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 26,994 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 18,165 കോടിയുടെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രോഫിറ്റ് ഡ്രോപ്പ് ഉണ്ടാവാനുള്ള കാരണം കഴിഞ്ഞ ക്വാർട്ടറിൽ 15,120 കോടിയുടെ ഒരു അതർ ഇൻകം അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണൽ ഇൻകം ഉണ്ടായിരുന്നു.
ആ ഇൻകത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് പ്രോഫിറ്റ് അത്രമേൽ ഉയർന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അത്തരം ഒരു അതർ ഇൻകം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഡിപ്പ് മാത്രമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഫിറ്റ് ഡിപ്പ് ഒരു മേജർ ഇഷ്യൂ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി റിലയൻസിൻ്റെ വിവിധ സെഗ്മെൻറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓയിൽ ടു കെമിക്കലിൽ 3.4% ഗ്രോത്താണ്. അതുപോലെ റീറ്റെയിലിൽ 6.8% ഗ്രോത്താണ്. ഡിജിറ്റൽ മേഖലയിൽ 2.4% ഗ്രോത്താണ് കാണാൻ കഴിയുക. കൂടാതെ ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായിട്ടുള്ള ജിയോ ടെലികോം അവിടെ 83 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 50.6 കോടി സബ്സ്ക്രൈബേഴ്സാണ് നിലവിൽ റിലയൻസ് ഈ ജിയോക്കുള്ളത്. അതുപോലെ ആവറേജ് റേറ്റ് പെർ യൂസർ അത് എസ്റ്റിമേറ്റിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു ARPU റേറ്റ് ആണ്. നമ്മൾ HDFC ബാങ്കിൻ്റെ റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 10.8% ഒരു പ്രോഫിറ്റ് ജമ്പാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 16,821 കോടിയുള്ള സ്ഥാനത്ത് ഇപ്പോൾ 18,641 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 4.8% ജമ്പായിട്ടുണ്ട്. അത് 30,114 കോടിയിൽ നിന്ന് 31,552 കോടിയായിട്ടാണ് ഉയർന്നിട്ടുള്ളത്. പ്രൊവിഷൻസിൽ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. അത് 3,501 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. 2,700 കോടിയായിരുന്നു ലാസ്റ്റ് ക്വാർട്ടർ ഉണ്ടായിരുന്നത്. എന്നാൽ ഗ്രോസ് NPA അത് 16 ബേസിസ് പോയിന്റ് ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ 1.4%-ൽ നിന്നും 1.24% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ NPA അത് 0.47%-ൽ നിന്നും 0.42% ആയിട്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസറ്റ് ക്വാളിറ്റി വർദ്ധിച്ചത് തീർച്ചയായിട്ടും HDFC സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ICICI ബാങ്കിൻ്റെ റിസൾട്ടിലേക്ക് വന്നാൽ നെറ്റ് പ്രോഫിറ്റിൽ 5.2% ഒരു ജമ്പാണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഇൻകം 7% ജമ്പായിട്ടുണ്ട്. അതുപോലെ NPA അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 1.67%-ൽ നിന്നും 1.58% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെറ്റ് NPA 0.41%-ൽ നിന്നും 0.39% ആയിട്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ 3 പ്രധാനപ്പെട്ട ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ ഒരു റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മിക്സഡ് ടു പോസിറ്റീവ് എന്നൊരു റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും ഒരു നെഗറ്റീവ് റിസൾട്ട് അല്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ റിലയൻസിൻ്റെ റവന്യൂവും അവൻ്റെ എബിറ്റയും അത് സ്ട്രീറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ HDFCയുടെ ഓൾമോസ്റ്റ് എല്ലാ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാലും അത് ക്ലിയർലി പോസിറ്റീവാണ്. അതുപോലെ ICICI ബാങ്കിൻ്റെത് സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ടാണ്. അത് കൂടാതെ നെക്സ്റ്റ് ക്വാർട്ടറിൽ അതിൻ്റെ ഗൈഡൻസ് വളരെ പോസിറ്റീവാണ്. അത് പിക്കപ്പ് ആവും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് അതിൻ്റെ എഫക്റ്റ് ഇതിൻ്റെ ADRകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 25,917 എന്നുള്ള റേഞ്ചിലാണ്. അപ്പോൾ 26,000 തൊട്ടടുത്തെത്തുന്ന ഒരു ലെവലിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതുപോലെ HDFC ബാങ്കിൻ്റെ ADR അഥവാ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് അത് അമേരിക്കൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന HDFCയുടെ ADR ആണ്. അവിടെ 3.67%-ന്റെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ICICI ബാങ്കിൻ്റെ ADRൽ 3.32%-ന്റെ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് റിസൾട്ട് വരുന്നതിന് മുമ്പേ ഉള്ള ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടുള്ള ജമ്പാണ്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം അത് തീർച്ചയായിട്ടും കൂടാനാണ് സാധ്യത. ഇനി റിലയൻസിൻ്റെ ADR US മാർക്കറ്റിൽ ഇല്ല. പക്ഷേ നമുക്ക് അതിൻ്റെ GDR ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ട് അഥവാ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്. അവിടെ 2.84%-ന്റെ ഒരു ജമ്പാണ് റിലയൻസിൻ്റെ GDRൽ കാണുന്നത്. അപ്പോൾ അത് റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ജമ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മൺഡേ ഒരു നല്ലൊരു ഓപ്പണിംഗ് തീർച്ചയായിട്ടും കിട്ടുമെന്ന് തന്നെയാണ്. എന്നാൽ മൺഡേ എക്സ്പയറി ഡേറ്റ് കൂടി ആയതുകൊണ്ട് തന്നെ ഒരു വോളറ്റിലിറ്റിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ മൺഡേ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ തീരുമാനിക്കുന്ന ഒരു ദിവസമാകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതുകൂടാതെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ചില റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് FMCG സെഗ്മെൻറ്റിലുള്ള HULൻ്റെയും കോൾഗേറ്റ് പാമോലിവ് പോലെയുള്ള സ്റ്റോക്കുകളുടെയും ഒക്കെ റിസൾട്ടുകൾ വളരെ പ്രധാനമാണ്. ഇതുകൂടാതെ ലോറസ് ലാബ്സിൻ്റെ റിസൾട്ടും വരുന്നുണ്ട്. അത് ഒക്ടോബർ 23-നാണ്. ഇതുകൂടാതെ ഫ്രൈഡേ ഒക്ടോബർ 24-ന് ഡോക്ടർ റെഡ്ഡീസ് ലാബ് അതുപോലെ SBI ലൈഫ്, SBI കാർഡ്, കോഫോജ് പോലെയുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇത്തരം റിസൾട്ടുകൾ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് മാർക്കറ്റിൽ മാറിയേക്കാം. ഇതുകൂടാതെ നെക്സ്റ്റ് വീക്ക് FIIസിൻ്റെ ആക്ടിവിറ്റി അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കാരണം നിലവിൽ ലാസ്റ്റ് 3 കൺസിക്യൂട്ടീവ് സെഷനിൽ അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ പോലും കോർപ്പറേറ്റ് ഏർണിങ്സും അതുപോലെ സ്റ്റേബിളായിട്ടുള്ള ഗ്ലോബൽ കണ്ടീഷനും വളരെ പ്രധാനമാണ്. അത്തരമൊരവസ്ഥയിൽ മാത്രമാണ് അവർ ശക്തമായ ബൈങ് നടത്തുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പ്രധാനമാണ്. അപ്പോൾ FIIസിൻ്റെ ആക്ടിവിറ്റി നമ്മൾ തീർച്ചയായിട്ടും നിരീക്ഷിക്കണം. ഇതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ റുപ്പിയുടെ ആ ഒരു ഡിവാലുവേഷൻ. അതിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ ആക്റ്റീവായിട്ട് ഡോളേഴ്സ് സെല്ല് ചെയ്യുകയും അത് ഓൺഷോറിലും ഓഫ് ഷോറിലും ധാരാളമായി സെല്ല് ചെയ്തുകൊണ്ട് റൂപ്പി ഡിവാലുവേഷനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ 89 എന്നുള്ള ആ ഒരു ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ റുപ്പിയുടെ വിലയിലേക്ക് എത്തുമ്പോൾ ഈ രീതിയിലുള്ള ഒരു സെല്ലിംഗ് ആണ് RBI നടത്തിയത്.
കാരണം ഈ 89 എന്നുള്ളത് ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ത്രെഷോൾഡ് ലെവലാണ്. അതിന് മുകളിലേക്ക് പോകാൻ ഒരിക്കലും RBI അനുവദിക്കില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആ ഒരു 88 താഴെ ഇന്ത്യൻ റുപ്പീസ് നെക്സ്റ്റ് വീക്ക് വരികയാണെങ്കിൽ അവിടെ FIIസിൻ്റെ ബൈങ് കുറച്ചുകൂടി ശക്തമാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിയേക്കാം. ഇതുകൂടാതെ US-ന്റെ ആ ഒരു എക്കണോമിക് ഷട്ട് ഡൗൺ, അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി നെക്സ്റ്റ് വീക്ക് മാറുകയാണെങ്കിലും അത് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സൃഷ്ടിച്ചേക്കാം. കാരണം ഇപ്പോൾ പല US ഡാറ്റകളും വരാനിരിക്കുകയാണ്. എംപ്ലോയ്മെൻറ്റ് ഡാറ്റ വന്നിട്ടില്ല, അതുപോലെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിട്ടില്ല. അതിൻ്റെയൊക്കെ ഡേറ്റ് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ ഷട്ട് ഡൗൺ അവസാനിച്ചാൽ മാത്രമേ ഇത്തരം ഡാറ്റകൾ പുറത്തു വരികയുള്ളൂ. അപ്പോൾ CPI ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത റേറ്റ് കട്ടിൻ്റെ സാധ്യതകൾ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ഡാറ്റയുടെയും CPI ഇൻഫ്ലേഷൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കപ്പെടുക. അപ്പോൾ ഒക്ടോബർ 28-29 ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് ഇത്തരം ഡാറ്റകൾ കൂടി അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.